ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസും അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസ് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ആണ്. നിങ്ങൾ ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ട്രേഡ്സ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം സ്പോട്ട് ചാർട്ടിലാണ്. അപ്പൊ നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് 23,800ന്റെയും 24,300 ഏരിയ, ആ ഒരു ഏരിയന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. നാളത്തേക്ക് നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ എഗെയിൻ മാർക്കറ്റ് ഒരു ബീറിഷ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. അപ്പം ഡൗൺ സൈഡിലേക്ക് നാളെ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. 23,800ന്റെ താഴെയാണ് ഒരു ഗുഡ് സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഏത് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ഈ ഒരു ലെവലിലുള്ള വോളിയം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 23,800 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,600 ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതും കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അതായത് 23,580 മുതൽ 23,560 വരെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്നാലും നെക്സ്റ്റ് ഈ ലെവലാണ് 23,460 ലെവലാണ്. അപ്പൊ ഇതും കുറച്ച് സ്ട്രോങ് ആണ്. ഈ ലെവലിൽ നിന്നും പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരു ഷോർട്ട് സൈഡിലേക്ക് എൻട്രി എടുത്തവർ ഈ ലെവലിൽ നിന്നൊക്കെ ഒന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ് നല്ലത്. കാരണം സഡൻ ആയിട്ട് പ്രൈസ് ബൗൺസ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എഗൈൻ മാർക്കറ്റ് 23,445 താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 23,275 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പ് സൈഡിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈന്റെ മുകളിലാണ്. അതായത് 23,335ന്റെ മുകളിലാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,450 ലെവൽ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് ഒരു 24,580 മുതൽ 24,600 ലെവൽ വരെ ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പൊ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,100ന്റെ മുകളിൽ ചെറിയൊരു ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ 24,300 ലെവല് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ സ്പോട്ട് ചാർട്ടിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ലെവൽസ്. അതുപോലെ നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്, അതായത് ഫ്യൂച്ചറിന്റെ ഇമ്പോർട്ടന്റ് ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. അതായത് എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രീവിയസ് ഡേയുടെ വാല്യൂ ഏരിയ നമുക്ക് അടുത്ത ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നാളത്തേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. 24,142 ആണ്. ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അതുപോലെ തന്നെ 23,940 ആണ് വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലെവൽ, ഈ ഒരു ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു വാല്യൂരിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റിൽ ഒരു മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ബീറിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂരിന്റെ ലോയിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോയിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ രണ്ട് ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലെവലും നിഫ്റ്റിയുടെ POC ആണ്. 24,080 ലെവൽ നിഫ്റ്റിയുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ആണ്. ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഒരുപക്ഷെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ തന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു POCയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു വലിയൊരു ഹൈയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു രണ്ട് ലെവല് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് POC അതുപോലെ തന്നെ വലിയ ഏരിയ ഹൈയും ലോയും നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.